ശ്രീജിത്ത്, തിരുവനന്തപുരത്ത് നമുക്കറിയാം എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം തലസ്ഥാനം എന്നുള്ളത്. കഴിഞ്ഞ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണം പിടിക്കുക എന്നതിൽ കുറഞ്ഞ് യാതൊരു ലക്ഷ്യമില്ലാത്തൊരു ജില്ലയാണ്. സ്വാഭാവികമായും വി രാജേഷാണ് നേതൃസ്ഥാനത്ത്. അവിടെ ഭരണം കിട്ടിയാൽ വളരെ പ്രധാനപ്പെട്ട പദവിയിൽ ഇരിക്കേണ്ട ഒരു നേതാവ് കൂടിയാണ്. നേരത്തെ ബി ജെ പിക്കുള്ളിൽ അടക്കം പറഞ്ഞിരുന്ന പല രഹസ്യങ്ങളും ഇങ്ങനെ പോസ്റ്റർ രൂപത്തിൽ പതിപ്പിക്കുക, അതുപോലെ പുതിയ അധ്യക്ഷൻ വന്നതിന് തൊട്ടു പിന്നാലെ എന്ന് പറയുന്നത് ബി ജെ പിയുടെ എന്ത് രാഷ്ട്രീയമാണ്? ഏത് തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിച്ചതുപോലെ ഗ്രൂപ്പില്ലാത്ത തൻ്റെ വരുതിക്ക് നിൽക്കുന്ന ഒരു പാർട്ടിയായി ഇത് മാറുമെന്നുള്ള പ്രതീക്ഷ ആസ്ഥാനത്താകുമോ? നമുക്ക് അദ്ദേഹത്തിന് കൂടുതൽ സമയം നൽകേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിനെയൊക്കെ തന്നെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം, സാവകാശമൊക്കെ തന്നെ അദ്ദേഹത്തിന് കിട്ടുക എന്നുള്ളത് പ്രധാനമാണ്. അപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് 6 months അല്ലെങ്കിൽ 1 year അദ്ദേഹം എന്ത് തരത്തിലുള്ള ഗ്രൂപ്പാണ് ഈ പാർട്ടി സംവിധാനത്തിന് മുകളിൽ അദ്ദേഹത്തിന് ഉണ്ടാവുക, എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വിഷൻ, അദ്ദേഹത്തിന്റെ ആക്ഷൻ പ്ലാൻ ഒക്കെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മളൊരു പക്ഷേ കാത്തിരുന്ന് കാണേണ്ടതാണ്. ആദ്യ ദിവസം തന്നെ അദ്ദേഹം എല്ലാവരുടെയും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണം എന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ അത് പറയുമ്പോഴും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അധികാരത്തിലില്ലാത്ത ഒരു പാർട്ടിക്ക് ഒരുപക്ഷെ അതിനെ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള വിഭാഗീയത ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അതിപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ബി ജെ പി പ്രതിനിധിയായിട്ടുള്ള ശ്രീ പ്രിന്റുവിന് അത് സമ്മതിച്ചു തരാൻ കഴിയാത്തൊരു കാര്യമാണ്. കാരണം അദ്ദേഹം ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവാണ്. പക്ഷെ കേരള രാഷ്ട്രീയം അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഡിഫറൻറ്റ് ഫാക്ഷൻസ് ഈ പാർട്ടിയിൽ ഉള്ളത് എന്നും ഓരോരുത്തരും എന്ത് താല്പര്യത്തിലാണ് പ്രവർത്തിക്കുന്നത്, ഏത് ക്യാമ്പിലാണ്, ഈ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഉദാഹരണത്തിന് ഈ പോസ്റ്റർ വിവാദമൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനാകുന്നു എന്ന തീരുമാനം ഈ കഴിഞ്ഞ ഞായറാഴ്ച, ശനിയാഴ്ച വൈകുന്നേരം, ഞായറാഴ്ചയൊക്കെ തന്നെ ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ തന്നെ എഴുതി ഡെക്കാൻ ഹെറാൾഡിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ തന്നെ ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, രാജീവ് ചന്ദ്രശേഖറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് അത് പാർട്ടിയുടെ ചാലഞ്ച് അല്ല, മറിച്ച് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാകുന്ന ഒരു ചലഞ്ചാണ്. അത് ഇവിടെയുള്ള ഈ വിവിധ ഫാക്ഷനുകളെ എല്ലാം തന്നെ അദ്ദേഹം എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ഓരോരുത്തരും ഓരോ ക്യാമ്പുകളിലാണ്. അദ്ദേഹം സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമ്പോൾ അതിനു മുൻപ് തന്നെ ജില്ലാ തലങ്ങൾ ഉൾപ്പെടെ പുനഃസംഘടിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്കറിയാം, ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വലിയ പ്രവർത്തന പരിചയമില്ലാത്ത ഒരാളാണ് അദ്ദേഹം. മറ്റുള്ള പല ആൾക്കാരും ആ സ്ഥാനങ്ങളിലേക്ക് എത്തും എന്ന് കൽപ്പിച്ചിരുന്നതാണ്, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നതാണ്. അപ്പോൾ അവർക്കെല്ലാം തന്നെ ലോയലായിട്ടുള്ള പല ആൾക്കാരുമാണ് ഈ ജില്ലാ നേതൃത്വത്തിൽ ഉള്ളത് എന്ന് നമുക്കറിയാം. 14 ജില്ലകളെ 30 പ്രവർത്തന ജില്ലകളാക്കി മാറ്റിയിട്ടുണ്ട്. അതിലൊക്കെ തന്നെ ആരൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ലോയൽറ്റി ഏത് ക്യാമ്പിലാണ് എന്നത് സാമാന്യം നമുക്ക് അത്യാവശ്യം കേരള രാഷ്ട്രീയമോ ബി ജെ പി രാഷ്ട്രീയമോ അറിയാവുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. അപ്പോൾ എത്രത്തോളം ഇവരെ എല്ലാവരെയും തന്നെ ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയും? ഇപ്പം രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തിരുവനന്തപുരം വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ പക്ഷത്തുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സീറ്റ് ചോദിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ജയസാധ്യതയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു അപ്രോച്ച് എങ്ങനെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്? അപ്പോൾ ഈ രീതിയിലേക്കുണ്ടാകുന്ന ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ, ഇതിനെയൊക്കെ തന്നെ ഇല്ലാതെയാക്കാനായിട്ട് അദ്ദേഹത്തിന് എത്രത്തോളം സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് കിട്ടും തുടങ്ങിയ കാര്യങ്ങളാണ് കാണേണ്ടത്. അതായത് എത്രത്തോളം റിക്വസ്റ്റുകൾ അക്കോമഡേറ്റ് ചെയ്യാം, എവിടെ അദ്ദേഹം നോ പറഞ്ഞ് ചവിട്ടിപ്പിടിക്കും, ഇതാണ് കാണേണ്ടത്. ഒരുപക്ഷെ അത് കാണാനായിട്ട് കുറച്ചുകൂടി സമയമുണ്ട്. ഈ ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് വളരെ കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് ഇപ്പോൾ ഈ പോസ്റ്റർ വിവാദത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് താങ്കൾ പറഞ്ഞതുപോലെ ചുമതലയേറ്റ അടുത്ത ദിവസം തന്നെ, അല്ലെങ്കിൽ അദ്ദേഹം ഔദ്യോഗികമായിട്ട് അവരുടെ ഓഫീസിൽ എത്തുന്നതിൻ്റെ ആ സമയത്ത് തന്നെയാണ് ഈ പോസ്റ്ററുകളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. അത് പാർട്ടി ഓഫീസിൻ്റെ അടുത്തും ശ്രീ രാജേഷിന്റെ വീടിൻ്റെ അടുത്തും ഒക്കെ തന്നെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന നടപടി എന്താണ്? എന്തിനും ഏതിനും പെട്ടെന്ന് തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന ശ്രീ വി രാജേഷിന്റെ ഫേസ്ബുക്ക് ഞാൻ നോക്കുമ്പോൾ ഇതൊന്നും തന്നെ കാണുന്നില്ല. മറിച്ച് അദ്ദേഹം ഇപ്പോൾ തൃശ്ശൂരിൽ എന്തോ ഒരു പരിപാടിയുടെ ലൈവ് ഇടുകയോ എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ പാർട്ടി അദ്ദേഹത്തിനെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയായിരിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ശ്രീ പ്രിന്റു പറഞ്ഞതും ആ രീതിയിലാണ്, പോലീസ് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാനായിട്ട് വി രാജേഷ് ശ്രമിച്ചു എന്ന കാര്യത്തിൽ പോലീസിന് എന്താണ് അന്വേഷിക്കേണ്ട കാര്യം? അത് പോലീസ് അന്വേഷിക്കേണ്ടതിന്റെ എന്ത് റെലവൻസ് ആണ് അവിടെ വരിക? ഇപ്പൊ ഈ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് പണം വാങ്ങി അദ്ദേഹം ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി, ഇത് ഇവിടെ പോലീസ് അന്വേഷിക്കേണ്ട കാര്യം എന്താണ്? ED കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ 15 വർഷത്തെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് അന്വേഷിക്കണം. അനധികൃതമായി കിട്ടിയ സ്വത്ത് സമ്പാദനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിൽ പോലീസിന് എന്താണ് കാര്യം?
അതൊരു ആരോപണമാണ്. ആ ആരോപണത്തിന്റെ പേരിൽ പോലീസ് അന്വേഷിക്കുക എന്നൊക്കെ പറയുന്നതൊന്നും തന്നെ നടപടിയുള്ള കാര്യമൊന്നുമല്ല. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാനായിട്ട് വി രാജേഷ് ശ്രമിച്ചോ എന്നതൊന്നും അന്വേഷിക്കുന്നതല്ല കേരള പോലീസിന്റെ ഡ്യൂട്ടി. അപ്പൊ അതൊക്കെ വെറുതെ ഞാൻ അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള വിശദീകരണങ്ങൾ ഉണ്ടാകണം. ഇപ്പോൾ അത് സാമൂഹ്യ വിരുദ്ധരാണ് ഒട്ടിച്ചത് എന്ന് ശ്രീ പ്രിന്റു പറയുന്നുണ്ട്. ഒരുപക്ഷെ BJPയുടെ വാദം അതായിരിക്കാം. അതല്ലെങ്കിൽ BJPയെ തകർക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ ആരെങ്കിലും അത് ചെയ്തു എന്ന രീതിയിലേക്ക് പറയാം. നേരത്തെ അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊന്നും അല്ലാതെ ഈ സംവിധാനത്തിനോട് താല്പര്യമില്ലാത്ത മറ്റുള്ള ആൾക്കാരുണ്ട്, അവർ ചെയ്തു എന്ന് പറയാം. പക്ഷേ എങ്കിൽ അത് ആരാണ് എന്ന് കണ്ടുപിടിക്കേണ്ടതിന്റെ ഒരു ഉത്തരവാദിത്തമുണ്ട്. അതിൽ ആരാണ് അത് ആ ചുമതല ഏറ്റെടുക്കാൻ പോകുന്നത്? ഇത് BJP ആണോ ഏറ്റെടുക്കാൻ പോകുന്നത്? BJP അതിനു വേണ്ടിയിട്ട് ഒരു അന്വേഷണ കമ്മീഷനെ ഉണ്ടാക്കുന്നുണ്ടോ? അവരാണോ ഇത് അന്വേഷിക്കാൻ പോകുന്നത്? തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാമല്ലോ, പണ്ട് തന്നെ പാർട്ടിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഒരുപക്ഷെ മറ്റ് ഇൻഡിപെൻഡന്റ് ഏജൻസികളൊക്കെ തന്നെ അന്വേഷിക്കേണ്ടുന്ന പല വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ മെഡിക്കൽ കോളേജ് കോഴ വിവാദം ഒരു സമയത്ത് സംസ്ഥാന BJP പിടിച്ചുലച്ച ഒരു വിവാദമായിരുന്നു. അപ്പോൾ അന്ന് അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് ലീക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീ രാജേഷിനെതിരെ തന്നെ നടപടി ഉണ്ടായതാണെന്നാണ് ഞാൻ മാധ്യമങ്ങളിൽ വായിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ രഞ്ജിത്ത് ആ സമയത്തും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നുകൊണ്ട് താങ്കൾക്ക് അതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാം. അപ്പോൾ പിന്നീട് ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ തിരികെ പാർട്ടിയിലേക്ക്, സംസ്ഥാന സമിതിയിലേക്ക് ഒക്കെ എടുത്തു എന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വിവാദം അന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ആരാണ്? BJPയോട് വിരോധമുള്ള ആൾക്കാരെങ്കിലും ആണോ, അതോ BJPയുടെ ഉള്ളിൽ നിന്ന് തന്നെയാണോ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്? അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം, പാർട്ടിയുടെ ഉള്ളിൽ നിന്ന് പാളയത്തിൽ പട നയിക്കുന്ന ആൾക്കാരുണ്ടോ? ഉണ്ട് എങ്കിൽ അത് കണ്ടെത്തണം. ഇപ്പൊ ഞാൻ പറയുന്നത്, രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാനായിട്ട് BJPയുടെ ഭാഗത്തു നിന്ന് ഒരു ശ്രമം ഉണ്ടായി എന്നാണ് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ശ്രീ വി രാജേഷിനാണ് എന്നാണ് ആരോപണമെങ്കിൽ ആ സമയത്ത് രാജേഷ് അതിന് പറ്റുന്ന ഒരു പൊസിഷനിലായിരുന്നോ എന്നതാണ് ആദ്യമായിട്ട് ആലോചിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അന്ന് അദ്ദേഹം തിരുവനന്തപുരത്തെ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു ചുമതലയാണ് രാജീവ് ചന്ദ്രശേഖരന് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ആ കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകേണ്ടുന്ന കാര്യമില്ല. ഇനി ആ ഇലക്ഷനിലുള്ള രാജീവ് ചന്ദ്രശേഖരന്റെ പെർഫോമൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിനെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുകയാണെങ്കിൽ അർബൻ, സെമി അർബൻ ഒരു ഭാഗവും കോസ്റ്റൽ ഏരിയ മറ്റൊരു ഭാഗവുമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ അതിശക്തമായിട്ടുള്ള ക്യാമ്പയിൻ നയിച്ചത് മുഴുവനും കോസ്റ്റൽ ഏരിയയിലാണ്. അതിന്റെ ഗുണവും അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കിട്ടി. ഉദാഹരണത്തിന് വിഴിഞ്ഞം പോലെയുള്ള, നെയ്യാറ്റിൻകര പോലെയുള്ള ഭാഗങ്ങളിലെല്ലാം അദ്ദേഹം 2ാം സ്ഥാനത്തേക്ക് വന്നു. 3ാമത് വളരെ പിന്നിലായി പോയ പാർട്ടിയാണ് CPI. പിന്നെയുള്ളത് പാറശാലയാണ്. പാറശാലയിൽ വളരെ കാര്യമായിട്ടുള്ള ഭൂരിപക്ഷമോടെ ശശി തരൂരിന് കിട്ടി. പക്ഷേ നഗര കേന്ദ്രീകൃതമായിട്ട് നോക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം. കഴക്കൂട്ടത് ഏതാണ്ട് 11,000 വോട്ടിന്റെ ഭൂരിപക്ഷം അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നു, കഴക്കൂട്ടം അസംബ്ലി സെഗ്മെന്റിൽ. വട്ടിയൂർക്കാവിൽ ഏതാണ്ട് 8,000-9,000 നേമത്ത് വളരെ കൂടുതലാണ്, ഏതാണ്ട് 22,000 വോട്ടിന്റെ. പാറശാലയിൽ എങ്ങനെയാണോ തരൂരിന്റെ മേൽക്കൈ ഉണ്ടായിരുന്നത്, സമാനമായിട്ടുള്ള മേൽക്കൈ നേമത്തുണ്ടായി. ഈ സ്ഥലങ്ങളെല്ലാം കൺവേർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് തിരുവനന്തപുരം സെൻട്രലിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമാണ്. തിരുവനന്തപുരം സെൻട്രലിൽ BJP പിന്നിലേക്ക് പോയി. BJP പിന്നിലേക്ക് പോകേണ്ടതായിരുന്നോ? യാതൊരു വിധത്തിലുള്ള പ്രവർത്തന പാരമ്പര്യവുമില്ലാത്ത, യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പാരമ്പര്യവുമില്ലാത്ത ശ്രീശാന്തിനെ പോലെ ഒരു ക്രിക്കറ്റർ ഇവിടെ വന്ന് BJP സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ പോലും വളരെ നല്ല രീതിയിലത്തേക്ക് വോട്ട് പിടിച്ചിരുന്ന ഒരു സ്ഥലത്ത് എന്തുകൊണ്ടാണ് ജയപ്രതീക്ഷയുള്ള ഒരു വ്യക്തിക്ക് ഇത്രത്തോളം ചുരുങ്ങിപ്പോയത് എന്നത് അന്വേഷിക്കപ്പെടേണ്ടുന്ന കാര്യമാണ്. അത് വി രാജേഷ് അട്ടിമറിച്ചോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നതിന് പകരം രാജീവ് ചന്ദ്രശേഖരന് തിരുവനന്തപുരം സെൻട്രലിൽ എന്ത് സംഭവിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് BJP അല്ലെങ്കിൽ തന്നെ അന്വേഷിക്കേണ്ടതല്ലേ? അന്വേഷണം ഇതിനുശേഷം പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അത് ഇത്തരത്തിലുള്ള പോസ്റ്റർ വിവാദമൊക്കെ വരുമ്പോൾ പഴയ കാര്യങ്ങൾ മറന്നു എന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ വരുന്നു. തമാശയും കൂടെ പറയും. അതായത് ഇവര് കുറെ ആൾക്കാര്, ശ്രീ K സുരേന്ദ്രൻ അടക്കം, ശ്രീ വി രാജേഷ് അടക്കം പല ആൾക്കാരും കുറച്ചു കാലം മുമ്പ് ഇവരെ വിമർശിച്ചതിന്റെ പേരിൽ ഞാൻ കോൺഗ്രസ്സുകാരനാണെന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ശ്രീ രാജേഷ് അടക്കം ചില പോസ്റ്റുകളൊക്കെ തന്നെ ഇവിടെയുള്ള നിരീക്ഷകരെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോ കോൺഗ്രസിന് വേണ്ടി പണം വാങ്ങിയതിനു ശേഷം BJP സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നതിൽ ഉള്ള ഖേദം ഇപ്പോൾ പ്രകടിപ്പിക്കാൻ കൂടി ഈ ഒരു അവസരം ഉപയോഗിക്കുകയാണ്. ശരി, തിരിച്ചു വരാം.